ഏറ്റവും ബഹുമാനപ്പെട്ട അച്ഛന്മാര്, സുവിശേഷകർ, സ്നേഹമുള്ളവര്, വായിച്ചു കേട്ട സുവിശേഷ ഭാഗം ഇത് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ കരുതിയാണൊരു പാസേജ് നൽകിയത്. യേശുവിൻ്റെ ഈ പീഡാനുഭവ യാത്രയിൽ ഈ സ്ത്രീകൾ കൂടെ പോകുന്ന ഭാഗമാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ആരെയും ഒറ്റക്ക് വിടാത്ത വിധത്തിൽ ഒരുതരം ഇച്ഛാശക്തിയുമായിട്ടാണ് ഈ സ്ത്രീകളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു തോന്നുന്നു. നമുക്കിതിന്ന് യേശുവിന്റെ പിന്നാലെ പോയ സ്ത്രീകൾ എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ വളരെ ലൈറ്റായിട്ടാണ് മനസ്സിലാവുന്നത്. പക്ഷെ നമ്മൾ ഓർമ്മിക്കണം, ജീവിതയോഗ്യമല്ലെന്ന് മനസ്സിലാക്കി കൊലമരത്തിലേക്ക് എറിയപ്പെട്ട ഒരാളുടെ കൂടെ പോകുന്ന സ്ത്രീകളുടെ കഥയായത്. അയാൾ ജീവിക്കാൻ അർഹതയില്ലെന്ന് അവന്റെ കാലത്ത് മതവും രാഷ്ട്രവും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് കൂട്ടുപോയ സ്ത്രീകളുടെ കഥയായിരുന്നു. അവസാനത്തോളം ഇവരുണ്ട്. കുരിശിൻ ചുവട്ടിൽ നമ്മൾ കേൾക്കുന്നുണ്ട്, ഒരു 4 സ്ത്രീകളെങ്കിലും പേര് ചൊല്ലി വേദപുസ്തകം പറയുന്നുണ്ട്. ഒറ്റയ്ക്ക് ആരെയും വിട്ടുകളയില്ല എന്നുള്ളതാണ് സ്ത്രീകളുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആ സുഹൃതം. അത് ബൈ ഡിഫോൾട്ടാ, ആർജിതമെന്ന് പോലും പറയാൻ പറ്റത്തില്ല, മറിച്ച് സ്വാഭാവികമായിട്ട് നൈസർഗികമായിട്ട് സംഭവിക്കുന്ന ഒന്ന്. അതുകൊണ്ടാണ് അവർക്ക് ജീവന്റെ മീതെ ഇത്രയും ആകുലതകള്, ജീവിതത്തിന് മീതെ ഇത്രയും ആകുലതകള്. പഴയ നിയമത്തിലൊക്കെ ഈജിപ്തിലെ മിഡ്വൈഫ്സിനെ കുറിച്ച് പറയുന്നതാണൊക്കെ. അവരോട് പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം ഇതാണ്: ഹെബ്രായ സ്ത്രീകള് ആൺകുഞ്ഞുങ്ങളെയാണ് ജന്മം കൊടുക്കുന്നതെങ്കിൽ അവരെ കൊന്നുകളയാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ഈ സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങളെ കൊല്ലാൻ പറ്റും? ഇവര് ഈ ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും രക്ഷിക്കാനായിട്ടൊക്കെ തയ്യാറാവുകയാണ്. അപ്പൊ അതിന് കാരണം തിരക്കുമ്പോഴേക്കും അവര് ഫറവോട് പറയുന്ന ഉത്തരം ഇതാണ്: ഹെബ്രായ സ്ത്രീകൾ നല്ല ആരോഗ്യമുള്ള സ്ത്രീകളാണ്, അതുകൊണ്ട് ഞങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുന്നു, അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അവർ കുഞ്ഞുങ്ങൾ ജന്മം കൊടുത്തിട്ടുണ്ടാകും, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ 3 മിഡ്വൈഫ്സിന്റെ പേര് പഴയ നിയമത്തിൽ കിടപ്പുണ്ട്. ഉയർന്നു മീതെയുള്ള എല്ലാ ആശങ്കയും ആദ്യം അഫക്റ്റ് ചെയ്യുന്നത് അവരെയാണ്. അതുകൊണ്ടാണ് അപകടകാരിയായ ഒരു ചെറുപ്പക്കാരന്റെ യാത്രയിൽ ഈ സ്ത്രീകൾ കൂട്ടുപോകുന്നത്. അതിനകത്ത് ഏറ്റവും അഴകുള്ള ഭാഗം അയാളുടെ ഒരു കമ്പാഷൻ. അയാൾ പറയുന്നു, നിങ്ങൾ എന്നെ ഓർത്തല്ല കരയേണ്ടത്, മറിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത്. എനിക്ക് തോന്നുന്നു ഈ സ്ത്രീകളുടെ ഒക്കെ ദുഃഖം എന്തുകൊണ്ട് പുരുഷൻ എന്ന് കൂട്ടിച്ചേർക്കുന്നില്ലെന്ന് പറയുന്ന അർത്ഥം നേരത്തെ പറഞ്ഞ കണക്ക് ഇത്തിരി വ്യത്യാസമുള്ളതാണ് അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അത് നേരത്തെ ഇതൊന്നും വാസ്തവത്തിൽ ആരുടെയും കുഴപ്പമില്ല, അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു പോകുന്ന. ഇതിനകത്തുള്ള ഈ ആശങ്ക, കുഞ്ഞുങ്ങളുടെ ആശങ്ക ഷെയർ ചെയ്യാനായിട്ട് യേശു പറഞ്ഞു. കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുക എന്ന് പറഞ്ഞ ബൈബിൾ വാക്കിന്റെ അർത്ഥം ഈ വലിയ പ്രാർത്ഥനകളിൽ ഏർപ്പെടുക എന്നുള്ള. സെവ്യാസംഘം ഈ ഒരു വിഷയം ഇത്തവണത്തെ മെഡിറ്റേഷന് വേണ്ടി എടുക്കുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു അതിനകത്ത് ഒന്ന് ആധാരമായിട്ട് ആ വാക്ക് തന്നെ എടുത്താൽ നല്ലതാണ്. അവരവരെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയാനുള്ള ഒരു നിശ്ചയത്തിലാണ്. ഡീപ് പ്രെയർ എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. വിലാപത്തിന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ അർത്ഥം അത് തന്നെയാണ്, അഗാധമായ പ്രാർത്ഥന എന്ന് തന്നെ. ലോകം ആമുഖത്തിൽ വെച്ച് സൂചിപ്പിച്ച കണക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, അതിന്റെ ആശങ്കകൾ പെരുകുക. അതിനിടയിൽ യേശുവിനോടൊപ്പമുള്ള സർവൈവൽ എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും നമ്മളെ സഹായിക്കുന്ന ഒരു വിചാരമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ മറ്റൊരു സർവൈവൽ അസാധ്യമാണെന്ന് തോന്നുന്നു. വാട്ട് എൽസ്? വേറെ എന്താ ഒരു വഴി മറ്റൊന്ന് പറയാനായിട്ടുള്ള ഈ കാലത്തിനകത്ത്? ഗുരുക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ജീവനകല മാത്രമല്ല, ഈ അതിജീവന കല എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അവർ മുമ്പോട്ട് പോകാൻ നമുക്ക് പ്രേരണ തരും.
എല്ലാം തകരുമ്പോഴും ഇനി ഒന്നിനകത്തും പ്രത്യാശിക്കണമെന്ന് കരുതുമ്പോൾ ഈ മുമ്പോട്ട് പോകാനായിട്ട് പ്രേരണ നൽകുന്ന ചില മനുഷ്യ ജന്മങ്ങൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അവരുടെ ഗോത്രത്തിൽ നമ്മളും പെടുക എന്നുള്ളതാണ് നമ്മൾ ഈ സന്ധ്യയിൽ ഉയർത്തേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. മനുഷ്യരുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ അതിജീവനത്തിന് കാറ്റലിസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ ഇല്ലയോ? നിക്കോസ് കസൻസാക്കിസ് റിപ്പോർട്ട് ഗ്രീക്കയിൽ ഒരു സംഭവം ഓർമ്മിക്കുന്നുണ്ട്. പിന്നെ അയാളുടെ ദ്വീപ്, ഒരു ചെറിയൊരു ദ്വീപിലാണ് ഇവരുടെ വാസം. ആ ദ്വീപിന്റെ പ്രത്യേകത വെച്ചെന്നാൽ അവരുടെ കൃഷി എന്ന് പറയുന്ന മുന്തിരി കൃഷിയാണ്. ഒരു വർഷത്തേക്കുള്ള അവരുടെ മുഴുവൻ കാര്യങ്ങളും മീറ്റ് ചെയ്യുന്നത് ഈ മുന്തിരി പിഴിഞ്ഞ് വീഞ്ഞാക്കിക്കൊണ്ടാണ്. മറ്റു കാര്യമായ ഒരു തൊഴിലോ ഒന്നും അവർക്കില്ല വസ്തുത്തിൽ. ആ വർഷം നല്ല ക്രോപ്പാണ്. ക്രീറ്റ് എന്നാണ് ആ ചെറിയ ദ്വീപിന്റെ പേര്. അവരിങ്ങനെ മുന്തിരിപ്പഴങ്ങൾ ഉണങ്ങാനായിട്ട് ഇങ്ങനെ മണലിന് മീതെ വിരിച്ചിട്ട് മരച്ചിലകൾക്ക് താഴെ കുശലം പറഞ്ഞും പാട്ടുപാടിയും കൊച്ചു വർത്താനം പറഞ്ഞുമൊക്കെ ഇരിക്കുമ്പോൾ ആകാശത്ത് മഴക്കാർ പെയ്തു. മഴക്കാർ രൂപപ്പെട്ടു. പ്രായമായ അമ്മമാർക്ക് ആശങ്കയായി, എന്താ സംഭവിക്കാൻ പോകുന്നത്? അപ്പൊ അവരിൽ ചില കാര്യങ്ങൾ സ്വയം ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അന്നും ഒരു ഓഗസ്റ്റ് മാതാവിന്റെ ഒരു തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദിവസമാണ്. അപ്പൊ അമ്മ മേരി അങ്ങനെ മോശമായൊന്നും അനുവദിക്കില്ല എന്നൊക്കെയാണ് ഈ സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് പറയുന്നത്. പക്ഷെ എന്നിട്ടും കുറെ കഴിയുമ്പോൾ ഒരു കുത്തിപ്പെയ്തൊരു മഴയുണ്ടായി. ഒരു ചെറിയ മഴ ഉണ്ടാകുമ്പോൾ ഈ മുട്ടറ്റം വരെ വെള്ളം ഉയരുന്ന ചെറിയ ദ്വീപാണ് ഇത്. അതങ്ങനെ മണിക്കൂറുകളോളം പെയ്തു. നോക്കി നിൽക്കുമ്പോൾ ഈ മുന്തിരിക്കൊലകൾ കടലിലേക്ക് ഇങ്ങനെ ഒലിച്ചു പോവുകയാണ്. ഈ ചെറിയ ദ്വീപ് മുഴുവൻ മനുഷ്യരുടെ വിലാപങ്ങളാലും ശാപവാക്കുകളാലും ഒക്കെ മുഖരിതമാവുകയാണ്. അപ്പൊ 10-12 വയസ്സുള്ള ഈ കൊച്ചു കസൻസാക്കിസ് നിക്കോസ് തന്റെ തോട്ടത്തിൽ അപ്പന്റെ തോട്ടത്തിൽ എന്ത് സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി ഓടി ചെല്ലുമ്പോ അവിടെ അയാളിങ്ങനെ അരയോളം വെള്ളത്തിൽ നിൽക്കുക. വെള്ളം മുഴുവൻ മുന്തിരിക്കൊലകളും കടലിലേക്ക് ഒഴിച്ചുപോയി. കൊച്ചു വാവിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അപ്പൊ ഓൾ ഓഫ് ഗ്രേപ്സ് ആർ ഗോൺ. ഇവിടെ മുഴുവൻ മുന്തിരിയും പോയി. അപ്പം പറഞ്ഞു, മിണ്ടാതിരിയടാ, നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്, വി ആർ ഹിയർ. ഒഴുകിപ്പോയത് മുന്തിരിപ്പഴങ്ങൾ മാത്രമാണ്, വി ആർ ഹിയർ. ജീവിതത്തിന് എന്ത് ദുര്യോഗങ്ങളിൽ കടന്നു പോകുമ്പോഴും കൊച്ചുമക്കളെ ചേർത്ത് പിടിച്ച് അത് പറയണം, ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, ഈ പരിസരത്ത് തന്നെ ഉണ്ട്. ഈ ഒരു ഊർജം കൊടുക്കുക എന്ന് പറയുന്നതിന് വേദപുസ്തകത്തിന്റെ ആയ പ്രധാനപ്പെട്ട ഘടകങ്ങളായ 3 കാര്യങ്ങളുടെ ഒരു കൾച്ചർ ആവശ്യമുണ്ട്. അതൊന്ന് കൊറിന്ത്യർ 13:13 പറഞ്ഞ കാര്യമാണ്, ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ലവ്. ഈ അംശങ്ങൾ കൂടി ചേർന്നിട്ടാണ് മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരണ കൊടുക്കുന്ന ചില ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ രൂപപ്പെട്ട് കിട്ടുന്നത്. വിശ്വാസം ഉണ്ടായിരിക്കുക, സ്നേഹം ഉണ്ടായിരിക്കുക, പ്രത്യാശ ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ എല്ലാം അടഞ്ഞു പോയെന്ന് തന്നെ നമ്മൾ വിചാരിക്കണം. കാര്യങ്ങൾ ഇത്രയും ഒന്ന് പശ്ചാത്തലമായിട്ട് വെച്ചുകൊണ്ട് 1-2 സൂചനകൾ ഈ അതിജീവനത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ നല്ലതാണ്. ഒന്ന്, ഈ ഇച്ഛാശക്തി രാഗമിനുക്കുക എന്നുള്ളതാണ്. ഒരു കാര്യത്തിനകത്തുനിന്ന് പുറത്ത് കടക്കണമെങ്കിൽ ഒരു ഇച്ഛാശക്തി രൂപപ്പെടേണ്ടതുണ്ട്. നിങ്ങൾ സുവിശേഷം പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഉടനീളം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിനക്ക് മനസ്സുണ്ടോ? അത് ഈ ഇച്ഛാശക്തിയെ ഷാർപ്പൺ ചെയ്യാൻ വേണ്ടി പറയുന്ന. കാരണം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ വൈകാതെ ആ സാഹചര്യങ്ങളുടെ ഇരയോ കരുവോ ഒക്കെ ആയി മാറുക എന്ന് പറഞ്ഞൊരു പ്രശ്നം മനുഷ്യർക്കുണ്ട്. അവരതുമായിട്ട് ഇങ്ങനെ സമരസപ്പെടും. ഓർമ്മിക്കണം, 38 വർഷമായിട്ട് തളർന്നു കിടന്ന ഒരാളുടെ അരികിൽ പോലും വന്നിട്ട് പോലും യേശു ചോദിക്കുന്ന ഇതാണ്, ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വാസ്തവത്തിൽ ഈ ചെറിയ പ്രായത്തിലൊക്കെ വേദപുസ്തകം വായിക്കുമ്പോൾ അതെനിക്ക് വളരെ സില്ലിയായ ഒരു ചോദ്യമായിട്ട് തോന്നി. ഇത്രയും വർഷമായിട്ട് തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ ഈ നടക്കാനുള്ളൊരു കരുത്തിനപ്പുറമായിട്ട് മറ്റെന്താണ് ആഗ്രഹിക്കുന്നത്? പിന്നെ എന്തിനായിരിക്കും അത് യേശു ചോദിച്ചത്? ഈ 38 വർഷത്തിനിടയിൽ അയാൾ ചില കാര്യങ്ങളൊക്കെ ആയിട്ട് യൂസ്ഡ് ആയി കാണും. അതിന് ഈ പുറത്ത് കടക്കാനുള്ള ഒരു ഇച്ഛാശക്തി പോലും അയാൾക്ക് വേണമെന്നില്ല.
ഇപ്പൊ എന്തിനകത്തും ഈ ഇച്ഛാശക്തിയെ ബലപ്പെടുത്തി എടുക്കാൻ എന്നുള്ള പ്രധാനം. ഡു യു വിൽ ഇറ്റ്? ഓരോ കാര്യങ്ങളിങ്ങനെ തോറ്റു പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒക്കെ ഇച്ഛാശക്തി ഇങ്ങനെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ അതിന്റെ ഗ്രാഫ് താഴ്ന്ന കാണാം. അവരോട് ചില തിയറികളൊക്കെ പറയണം. അതിങ്ങനെ ഈ തിയറി വേസ്റ്റ് എന്ന് പറയുന്ന തിയറി ഉണ്ട് നമ്മൾ പറയുന്ന. നമ്മൾ പലപ്പോഴും ഒരു കാര്യം 1-2 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പറയുന്നത് പാഴായിപ്പോയെന്നാ പറയുന്നത്. പക്ഷെ ഭൂതലത്തിലെ മറ്റൊരു സ്പീഷ്യസും അതിന്റെ പാഴായി പോകുന്ന അധ്വാനത്തെ അങ്ങനെ എണ്ണുന്നില്ല. ഉദാഹരണത്തിനായിട്ടൊരു സിംഹം ഒരിര കണ്ടെത്തുന്നതിനായിട്ട് നടത്തുന്ന ശ്രമങ്ങളിൽ ഒരു 10-30 ശ്രമം നടത്തിയിട്ടാണ് അതിന് ഇര കിട്ടുന്നത് പറയുന്നത്. 29 ശ്രമം പാഴായി പോകുന്നത് കൊണ്ട് അതിന്റെ 30ാമത്തെ ശ്രമത്തിൽ നിന്ന് അത് പിന്മാറുന്നില്ല. നമ്മളത് എപ്പോഴും പാഴായിട്ട് എണ്ണുമ്പോൾ ജീവജാലങ്ങൾ അതിനെ എണ്ണുന്നത് അതിന്റെ എഫേർട്ടിന്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ പരാജയങ്ങൾ നമ്മുടെ എഫേർട്ടിന്റെ ഭാഗമായിട്ട് എടുത്താൽ നല്ലതാണ്. എനിക്ക് യേശുവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു പ്രകാശകഥ വാസ്തവത്തില് 33ാം വയസ്സിൽ യേശു മരിക്കുമ്പോഴേക്കും യേശു ആരംഭിച്ച ഒരു കാര്യം അതിന്റെ വിജയത്തിലെത്തിയിട്ടില്ല. എല്ലാം നമ്മൾ നോക്കി നിൽക്കുമ്പോ എങ്ങും എത്താതെ പോയ ഒരാള്. 33 വയസ്സെന്ന് പറയുന്നത് തന്നെ ജീവിച്ചു കുതിരാത്തൊരു പ്രായമാണ്. എന്നിട്ടും മരിക്കുമ്പോൾ യേശു പറഞ്ഞ വാക്ക് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഒറ്റ നോട്ടത്തില് എങ്ങും എത്തുന്നില്ലെന്ന് തോന്നിയ ചില കാര്യങ്ങൾ ഇപ്പൊ എന്റെയും നിങ്ങളുടെ ഉള്ളിലൊക്കെ ഇലകളായിട്ട് തളിർക്കുകയും പൂക്കളായിട്ട് സുഗന്ധം കൊടുക്കുകയും പഴമായിട്ട് മധുരിക്കുകയും ചെയ്യുന്നില്ലേ? അപ്പൊ മനുഷ്യന്റെ ഒരു എഫേർട്ടും ഇങ്ങനെ പാഴായിപ്പോയെന്നുള്ള ഒരു വിശേഷണം അർഹിക്കുന്നില്ല. ഒരാൾ ചൂണ്ടയിടുന്ന കണക്കാണ്. ചൂണ്ടയിടാൻ അയാൾ 6 മണിക്കാണ് ചൂണ്ടയിട്ടത്. അയാളുടെ ചൂണ്ടയിൽ ഒരു മീൻ കുരുങ്ങിയത് 12 മണിക്കാണ്. അതിന്റെ അർത്ഥം ഇയാളുടെ 6 മണിക്കൂർ വേസ്റ്റ് ആയെന്നല്ല, ഇയാളുടെ 6 മണിക്കൂർ എഫേർട്ടാ. ഇത്രയും മനുഷ്യന്റെ പാഴായി പോകുന്ന ശ്രമങ്ങളെ കുറിച്ച് വിഷമം വേണ്ട. വിശേഷിച്ചും ഈ ജോലിയൊക്കെ പോകുമ്പോഴേക്കും നമ്മൾ പരമാവധി എത്രയിടത്ത് പോയി ചോദിക്കും. അത് കഴിയുമ്പോൾ പിന്നെ സംഭവിക്കാനുള്ള സാധ്യത നിങ്ങൾ ഡിപ്രഷൻ പേഷ്യൻ്റായി മാറുക എന്നുള്ളതാണ്. കുറെ നല്ല പുസ്തകങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് ഒരു സ്നേഹിതൻ, അദ്ദേഹത്തിന്റെ പേര് അക്നോളജ് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്, ഷിബു എന്ന് പറയുന്നൊരു സ്നേഹിതൻ എനിക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ കുറച്ച് ഇൻസ്പയർ ചെയ്യുന്നതാണ്. അതിനകത്ത് നിശ്ചയമായിട്ടും വായിക്കണമെന്ന് ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം ഈ റിജക്ഷൻ പ്രൂഫാണ്. പ്രൂഫ് എന്നർത്ഥം തെളിവെന്ന അർത്ഥത്തിലല്ല, നമ്മളിപ്പോൾ വാട്ടർ പ്രൂഫ് എന്നൊക്കെ പറയുന്ന കണക്കാണ്. റിജക്ഷനെ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാന്ന് പറയുന്ന സംഭവം. കാരണം നമ്മുടെ ഒക്കെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് റിജക്ഷനാണ്. അതിങ്ങനെ സ്നേഹമുള്ള ഒരു കുട്ടിയോട് ഒരു സ്നേഹം പറയാനായിട്ട് ഭയപ്പെട്ട കാലം തൊട്ട് ഒരു സാലറി ഹൈക്ക് ആവശ്യപ്പെടാനായിട്ട് മേലധികാരിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പോലും നമ്മളിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക. കാരണം നമുക്കിങ്ങനെ ഈ ഉടനീളം റിജക്ഷന്റെ കഥകളാണ് ജീവിതത്തിലുടനീളം. പക്ഷെ ഈ പുസ്തകം പറയുന്നത് ഈ റിജക്ഷൻ എന്ന് പറയുന്നൊരു കാര്യത്തിനകത്ത് ഇത്രയും മോശമായിട്ടൊന്നുമില്ലെന്നാണ് പറയും. പിന്നെ അതിനകത്ത് പറയുന്നൊരു കൗതുകമായൊരു സംഭവം ഇതാണ്, ഒരു കാര്യം റിജക്ട് ചെയ്യപ്പെടുന്നതിനകത്ത് ഒരു നമ്പർ പോലും ഉണ്ടെന്നാ പറയുന്നത്. ആ നമ്പറിനപ്പുറം റിജക്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്നത്. സോ ഇഫ് ഓൺലി ബി ബിഗിൻ ടു പിന്നെയും പിന്നെ യേശു പറഞ്ഞ മുട്ടിക്കൊണ്ടിരിക്കാന്ന് ഒരു സംഭവമുണ്ട്. നോക്ക്. അപ്പോ കുഞ്ഞുമക്കളുടെ ഇച്ഛാശക്തിയെ ബലപ്പെടുത്തി എടുക്കുക എന്നുള്ളത് അമ്മമാരെന്ന നിലയിൽ, വിശേഷിച്ച് ഇതൊരു ഇങ്ങനെ സ്ത്രീകള് കുറഞ്ഞ പക്ഷം അവരെ ആനിമേറ്റ് ചെയ്യുന്ന ഒരു മെഡിറ്റേഷൻ എന്ന നിലയിൽ അവരെ ഒന്ന് കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് പറയുന്നതാണ്. അതിന്റെ ഒരു ഗ്രാഫ് താഴാതെ സൂക്ഷിക്കാനുള്ള നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ട്. ഒന്നും ഒരു തോൽവിയും ഒന്നിന്റെ അവസാന വാക്കല്ല. അപ്പൻ ഉണ്ടായിരുന്ന കാലത്തൊക്കെ ഞാൻ എപ്പോഴും അപ്പന്റെ കഥ പറയായിരുന്നു. അനുജൻ കുറെ അധികം വർഷം ഇങ്ങനെ അറ്റംപ്റ്റ് ചെയ്തിട്ടാണ് അവന്റെ CA പരീക്ഷ എഴുതിയെടുത്തത്. ഓരോ റിസൾട്ട് വരുമ്പോഴും ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ചേട്ടന്റെ മക്കളൊക്കെ അന്ന് ചെറുതാണ്. ഇതുങ്ങള് വൈകുന്നേരം ആകുമ്പോഴേക്കും സ്കൂൾ ബാഗൊക്കെ ആയിട്ട് പുറത്ത് നിൽക്കും. വീട്ടിൽ കയറാൻ പേടിയാണ്. കാരണം ഇങ്ങനെ ചിറ്റപ്പ തോക്കുന്നു പറഞ്ഞ വാർത്ത സുഖമുള്ള കാര്യമല്ലല്ലോ. അത്രയും പിള്ളേർ പേടിച്ചു. അപ്പോഴും ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രായമായ അപ്പൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇതിനകത്ത് എന്തായിരിക്കുന്നത്, ഒരു പരീക്ഷ തോറ്റു, ഇതിനകത്ത് എന്താ? അല്ലെ തന്നെ നീ ദേഹണ്ടിച്ച് വരുന്നതുകൊണ്ടാണോ വീടിനകത്ത് ഇപ്പൊ തീ പോഞ്ഞോണ്ടിരിക്കുന്നത്? എനിക്ക് പെൻഷൻ ഉണ്ടോ? പേരൻസ് ഒക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു വാക്കും പിടുത്തം കിട്ടുന്നത്. നമുക്കിങ്ങനെ
സാരമില്ലെന്ന് പറയാനായിട്ടും കുഴപ്പമില്ലെന്ന് പറയാനായിട്ടും ഇങ്ങനെ അധികം പേരൊക്കെ ഇപ്പൊ ഇതിനു മീതെ മണ്ണിന് മീതെ അവശേഷിക്കുന്നില്ല. അപ്പോ ഒരു അതിജീവനത്തിന്റെ ഒന്നാം പാഠം എന്ന് പറയുന്ന ഇച്ഛാശക്തി നിലനിർത്താനായിട്ട് സഹായിക്കുക എന്നുള്ള. ചിലപ്പോൾ ഇങ്ങനെ തട്ടിത്തടഞ്ഞൊക്കെ മനുഷ്യൻ നിന്നു പോകും. മഴയത്തൊക്കെ ചില ഇല വന്നിട്ട് ഇങ്ങനെ തടഞ്ഞു നിൽക്കുന്ന കണക്കാണ്. കുട്ടികളാകുമ്പോൾ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിനോദം അതായിരുന്നു, എന്തെങ്കിലും ഒരു കമ്പ് കൊണ്ട് ഈ ഇല ഒന്ന് തൊടുക, അത് ഒന്നിങ്ങനെ വട്ടം കറങ്ങിയിട്ട് വീണ്ടും അതിന്റെ പ്രവാഹത്തെ, വീണ്ടും അതിന്റെ സഞ്ചാരത്തെ വീണ്ടെടുക്കും. ഒന്ന്, ഇച്ഛാശക്തി ബലപ്പെടുത്താന്നുള്ളതാണ്. രണ്ട്, നമ്മൾ ഈ ആമുഖത്തിൽ കണ്ട റിപ്പോർട്ടർ ഗ്രീക്കോയിലെ സംഭവം കണക്ക് എന്താണ് ഇനി ഉണ്ടെന്ന് പരിശോധിക്കുക. ഇനി എന്ത് മുമ്പിൽ ഉണ്ടെന്ന് അവശേഷിക്കുന്ന നോക്കുക. പോയ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. പിന്നെ വളരെ പ്രഗത്ഭനായിട്ടുള്ള, വളരെ പണ്ഡിതനായിട്ടുള്ള ഒരു ഫ്രാൻസിസ്കൻ വൈദികനുണ്ട്. അദ്ദേഹം വളരെ നല്ല പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു കാലത്ത് ഇന്ത്യയിലെ തന്നെ പേരുകെട്ട ഫോട്ടോഗ്രാഫറായിരുന്നു. ഈ ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറയുന്നത് വളരെയേറെ പണം ആവശ്യമുള്ള ഒരു തൊഴിലോ വിനോദമോ ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിനൊരു വിലപിടിപ്പുള്ള ക്യാമറയുണ്ട്. ഒരു സഞ്ചാരത്തിനിടയിൽ എല്ലാ രംഗങ്ങളും ക്യാപ്ചർ ചെയ്തിട്ട് ഈ മനുഷ്യൻ ട്രെയിനിൽ മടങ്ങി വരുമ്പോഴേക്കും ഈ ക്യാമറ ഇതിന്റെ അക്സസറീസ് ഉൾപ്പെടെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ആ ഒരു ബാഗ് അങ്ങ് പോവുക. നോർത്ത് ഇന്ത്യ വെച്ചാൽ നോർത്ത് ഇന്ത്യയിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന ഇതിന്റെ പരാതി പറഞ്ഞിട്ട് പുറത്തേക്ക് വരുമ്പോഴേക്കും അവര് തമ്മിൽ പറയുന്നത് കേൾക്കാം, ഇത് എവിടെ നിന്ന് കിട്ടാനാ, കിട്ടില്ല. അയാൾ ഇങ്ങനെ ഓവർ ഹിയർ ചെയ്യുന്നുണ്ട്. അയാൾ ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെ തകർന്നു പോവുകയാണ്. എന്തുമാത്രം കാര്യങ്ങൾ അതിനോടൊപ്പം പോകുന്നു എന്നൊക്കെ ഓർത്തിട്ട് ഇയാൾ മുറി വന്നിരിക്കുമ്പോഴേക്കും ഇയാൾ ഒരു കാര്യം ശ്രദ്ധിച്ചു, മുറിക്കകത്തൊരു ഗിത്താർ ഇരിപ്പുണ്ട്. ഈ ഫോട്ടോഗ്രാഫിയിൽ കമ്പം കയറിയതിനു ശേഷം ഇയാൾ ഗിത്താർ കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ നോക്കുമ്പോൾ പല കാലത്തായിട്ട് വായിക്കാവുന്ന ഓർത്തെടുത്ത് വെച്ചിരുന്ന പുസ്തകങ്ങളുണ്ട്. ഈ പുസ്തകങ്ങളും തൊട്ടിട്ടില്ല. അപ്പൊ അയാൾ തന്റെ മനസ്സിൽ പറഞ്ഞു, കയ്യിൽ നിന്ന് ഈ പറഞ്ഞ ക്യാമറ മാത്രമേ പോയിട്ടുള്ളൂ, പക്ഷെ വിരലുകളുണ്ട്. ഈ വിരലുള്ളിടത്തോളം ഈ ഗിത്താർ വായിക്കാം, ഈ പൊടിപുരണ്ട പുസ്തകങ്ങൾ തട്ടിയെടുത്ത് വായിക്കാം. എന്താ അവശേഷിക്കുന്നു നോക്കുക. എന്തെങ്കിലും ഒരു കാര്യം അവശേഷിക്കും. എല്ലാ പ്രളയത്തിന് ശേഷവും ഒരു കാര്യം അവശേഷിക്കും എന്നുള്ളതാണ് ഈ വേദപുസ്തകമൊക്കെ പറയാനായിട്ട് ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട പാഠം. നമ്മൾ പറയുന്നു സർവനാശം വിതച്ചൊരു പ്രളയം ഉണ്ടായിരുന്നു, പക്ഷെ ആ പ്രളയത്തിന് ശേഷവും ഒരു നൗകയും ആ നൗകയ്ക്കകത്ത് ഭൂമിയിലുള്ള എല്ലാ സ്പീഷീസും രക്ഷപ്പെട്ടുണ്ടാവും. നമ്മൾ ഈ ദുഃഖവും ദുരന്തവും ഒക്കെ നൊടിയിടയിൽ സംഭവിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കാണാനായിട്ടുള്ള ഒരു വിവേകം ഉണ്ടാവില്ല. അതിന്റെ ഒരു പീരീഡ് കഴിയുമ്പോഴേക്കും ഒന്ന് നോക്കണം എന്തൊക്കെ ഇനി അവശേഷിക്കുന്നത്, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നാട്ടിൽ സംഭവിച്ച വലിയൊരു മാറ്റം ഈ ചെറുപ്പക്കാര് ഇങ്ങനെ ഭക്ഷണവും പ്രൊവിഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾക്കകത്ത് ചില യൂണിറ്റുകളും സ്റ്റാർട്ടപ്പുകളും ഒക്കെ ആരംഭിച്ചു തുടങ്ങി. കാരണം ബാക്കി എല്ലാ കാര്യങ്ങൾക്കകത്തും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ ഭക്ഷണം എന്ന് പറഞ്ഞൊരു കാര്യത്തിനകത്ത് കാര്യമായിട്ട് പ്രതിസന്ധി ഉണ്ടാവില്ല. കാരണം അത് മനുഷ്യന് ആവശ്യമുണ്ട്. ഇപ്പൊ ചെറിയ ചെറിയ മെസ്സുകൾ ആരംഭിക്കുന്നു, ചെറിയ പ്രൊവിഷൻ സ്റ്റോർസ് ആരംഭിക്കുന്നു. വലിയ ഇങ്ങനെ ലുലു കണക്കുള്ള വലിയ മാർക്കറ്റുകളൊന്നുമല്ല. ഒരു നിലനിൽക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോഴും പരിസരത്ത് തന്നെ ഉണ്ട്. കുറെ കാലം മുമ്പ് നമ്മുടെ ഒരു അടുപ്പമുള്ള ഒരു വീട്ടിലെ ഗൃഹനാഥൻ മരിച്ചു. അയാളൊരു നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തനായിരുന്നു, തൊഴിലാളി പ്രവർത്തനായിരുന്നു. അയാൾ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ വീടിനകത്ത് സ്ത്രീ പറയുന്ന കാര്യം ഇതാണ്, തൊട്ടടുത്ത കടയിൽ പോയിട്ട് സാധനം വാങ്ങാൻ പോലും എനിക്കറിയില്ലായിരുന്നു. ജീവിതം ഇങ്ങനെ ഇരുണ്ടത് കണക്ക്, അടഞ്ഞു പോയ കണക്ക് തോന്നിയ. അങ്ങനെ എന്ത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ 8ലോ 7ലോ ഒക്കെ പഠിക്കുന്ന 2 പെൺകുട്ടികളുണ്ട്. അവർ പറഞ്ഞു, അമ്മ, ഈ ക്ലാസ്സില് അധ്യാപികൻ ഞങ്ങളെ പേപ്പർ കൊണ്ട് കൂടൊട്ടിക്കാനായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ വീടിന്റെ പ്രത്യേകത ചെന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അദ്ദേഹം ഒരു രാഷ്ട്രീയ ബോധമുള്ളൊരു മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം 6 പത്രങ്ങൾ വരുത്തിയിരുന്നു. ഈ 6 പത്രങ്ങളും എന്തെങ്കിലും ഒരു ഫയലായിട്ട് വേണ്ടി വരും എന്നൊക്കെ ഓർത്തിട്ട് അതെല്ലാം കെട്ടി ഒരു മുറി നിറയെ പത്രം. വൈകാതെ ഇതൊക്കെ ഇങ്ങനെ പലചരക്കടയിലേക്ക് കൂടായിട്ട് മാറി. ഒരാളുടെ ആബ്സെൻസിന് പകരമായിട്ട് വേറെ ഒന്നും ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. പക്ഷെ എന്നാലും അവരുടെ ഭൗതിക ആശങ്കകൾക്ക് ഒരു മുമ്പിലോട്ടൊരു വഴി തെളിയുന്നുണ്ട്.
രണ്ടതാണ് എന്താണ് മുമ്പിലുണ്ടെന്ന് ഒന്ന് കുറെ കൂടി ഒരു ധൈര്യം ഉണ്ടാക്കിയെടുക്കുക. 3 ഏറ്റവും വലിയൊരു ടൂളുണ്ട്. എന്താണത്? ഫെയ്ത്ത്. എന്തെങ്കിലും ഒരു വ്യത്യാസം ഇതുള്ള ഒരാളും ഇല്ലാത്ത ഒരാളും തമ്മിൽ തെളിയിക്കേണ്ട അപകടം പിടിച്ചൊരു മുഹൂർത്തമായത്. മുമ്പോട്ട് ജീവിതമില്ല എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ അടഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ഈ ഫെയ്ത്ത് എന്ന് പറഞ്ഞ സംഭവത്തെ പ്ലേസ് ചെയ്യുന്നത്? എനിക്ക് വേദപുസ്തകത്തില് ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കായിട്ട് എനിക്ക് തോന്നുന്നത് റോമ 8:28. എന്താ റോമ 8:28? തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവനെല്ലാം നന്മയായി പരിണമിപ്പിക്കും. ഇവോൾവിംഗ് സ്റ്റാറ്റസ് ഈസ് ഗുഡ്നസ്. എല്ലാം നന്മയാണെന്നല്ല, എല്ലാം നന്മയായിട്ട് പരിണമിക്കുന്നു. നന്മ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന കാറിന്റെ വലിപ്പമോ ഉപയോഗിക്കുന്ന പണിയാൻ ഉദ്ദേശിക്കുന്ന വീടിന്റെ വ്യാപ്തിയോ വിസ്തീർണമോ ഒന്നുമല്ല. പിന്നെയോ ഈ ഇത്തിരി ഇടത്തേക്ക് കിട്ടുന്ന പ്രകാശത്തിന്റെ പേരാണ് നന്മ. നമ്മൾ നടന്നു പോയ എല്ലാ കനൽ വഴികളും നമ്മൾ അഭിമുഖീകരിച്ച എല്ലാ കയ്പനുഭവങ്ങളും ആത്യന്തികമായിട്ട് ഈ നന്മയെ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. കുറെ കൂടി ജീവിതത്തോട് റിയലിസ്റ്റിക് ആയ ബോധം രൂപപ്പെടുത്തിയിട്ടുണ്ട്. ജീവിതത്തെ കുറെ കൂടി അഗാധമാക്കിയിട്ടുണ്ട്. നിങ്ങളെ കാമ്പുള്ളൊരു മനുഷ്യനാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ദുഃഖത്തിന് മുമ്പുള്ള നിങ്ങളും ദുഃഖത്തിന് ശേഷമുള്ള നിങ്ങളും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ദുഃഖത്തിന് മുമ്പുള്ള നിങ്ങളെന്ന് പറയുന്ന ഒരു ഷാലോ ആയൊരു മനുഷ്യനാണ്, ഒരു ഡൈവേർട്ട് ആയിട്ടൊരു മനുഷ്യനാണ്. നിങ്ങൾ കൺവേർജ് ചെയ്യപ്പെടുന്ന വാസ്തവത്തിൽ ദുഃഖത്തിലാക്കുക. കാരണം ദുഃഖം എന്ന് പറഞ്ഞ വാക്ക് പോലും ഈ ചുരുങ്ങിയ ആകാശം എന്നുള്ള ഒരാളിങ്ങനെ അവനവനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സംഭവത്തിന്റെ പേരാണ് ഈ ദുഃഖം എന്നൊക്കെ പറയുന്നത്. അപ്പോ ഈ ദുഃഖിതനായൊരു മനുഷ്യൻ അയാൾ കണ്ടെത്തുന്നൊരു കാര്യം ഇതാണ്: അയാളുടെ ജീവിത വീക്ഷണങ്ങൾ കുറെ കൂടി കൺവേർജ് ചെയ്യപ്പെടുന്നുണ്ട്, കുറെ കൂടി അഗാധമാകുന്നുണ്ട്. അല്ലെങ്കിൽ എന്തിനാണ് ഈ ദുഃഖിതർ ഭാഗ്യവാന്മാരെന്നൊക്കെ 8 ഭാഗ്യങ്ങൾ എണ്ണുമ്പോൾ അയാൾ കൂട്ടിച്ചേർത്തത്? അപ്പോ മൂന്നാമത്തെ അത് തന്നെ, ഈ അവനവന്റെ ഫെയ്ത്ത് എങ്ങനെയാണ് ഉപയോഗപ്പെടുക എന്നുള്ള. ഒന്നും അഹിതമായിട്ടും മോശമായിട്ടും അവനിൽ നിന്ന് നമുക്ക് സംഭവിക്കില്ല. സമ്രായി ഒരു ഭടന്റെ കഥ കണക്കാണ്. സമ്രായി ഒരു ഗുസ്തി രീതിയാണ്. അപ്പൊ ഇയാളുടെ ഭാര്യയായിട്ട് ഇങ്ങനെ മധുതി യാത്ര നടത്തിയാണ് ഒരു വഞ്ചിക്കകത്ത്. വലിയ കാറ്റും കോളും വരുമ്പോഴേക്കും ഈ സ്ത്രീ ഇങ്ങനെ പരിഭ്രാന്തിയായിട്ട് അലറി വിളിക്കുക. അവരങ്ങനെ ഒരു ഈ പറഞ്ഞ നൗകയിലൊന്നും സഞ്ചരിച്ച് പരിചയമുള്ള ഒരു സ്ത്രീയല്ല. ഇവളിങ്ങനെ കരഞ്ഞ് നിലവിളിക്കുമ്പോൾ ഇയാൾ പെട്ടെന്ന് വളരെ നാടകീയമായിട്ട് ഇയാളുടെ വാളിങ്ങനെ നീട്ടി അവളുടെ ആ തൊണ്ടക്കുഴി വെച്ചു. എന്നിട്ടിങ്ങനെ നിന്നു. ഇയാളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ സ്ത്രീ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ഇയാള് കാണിച്ച നാടകം വലിയ കോമഡി ആയിപ്പോയി. അപ്പൊ അയാൾ ചോദിക്കും, നിനക്കെന്താ ഭയം വരുന്നില്ലേ? അപ്പൊ അവള് പറഞ്ഞു, ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? നിനക്ക് ഈ നീട്ടിയ വാളിനോട് ഭയമില്ലേ? അപ്പൊ അവള് പറഞ്ഞു, എനിക്ക് വാളിനോട് ഭയമില്ല. എന്താ കാര്യം? വാള് നിന്റെ കയ്യിലാണ്. നീ എനിക്ക് ലോകത്തുള്ള ഏറ്റവും സ്നേഹമുള്ള ഒരാളാണ്. നിന്റെ കയ്യിൽ ഈ വാളിരിക്കുന്നിടത്തോളം കാലം എനിക്കൊരു അപകടവും വരത്തില്ല. എന്തുമാത്രം വ്രണിതാനുഭവങ്ങൾ കടന്നു പോകുമ്പോൾ ഓർത്തോളണം, അത് ഏന്തുന്ന ആളുടെ മനസ്സിൽ സ്നേഹമുണ്ട്. അയാൾ ഇന്ന് നമുക്ക് നിരക്കാത്ത, നമ്മളെ തകർത്ത് കളയുന്ന, നമ്മുടെ മൊറാലെ നശിപ്പിക്കുന്ന ഒന്നും സംഭവിക്കില്ല. ഒരു ഫെയ്ത്താ. ഈ ഫെയ്ത്ത് സസ്റ്റെയിൻ ചെയ്യാന്നുള്ള വളരെ പ്രധാനപ്പെട്ട, വിശേഷിച്ചും ഒരു സാധാരണ ജീവിതത്തിനകത്ത് ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ചലഞ്ച് ചെയ്യപ്പെടുന്ന ഒരു നേരം കൂടിയായത് വാസ്തവത്തില്. ഓരോ നിമിഷവും ചലഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. യേശു പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നിങ്ങൾ ഈ സർപ്പങ്ങളെ കണക്ക് വിവേകികളാവുക എന്നുള്ളത്. എന്താ സർപ്പങ്ങളെ കണക്ക് വിവേകികളാന്ന് പറയുന്നത്? മതപഠനത്തിന്റെ ഒരു പശ്ചാത്തലത്തിലായിരുന്നു ഈ ഒരു ടെക്സ്റ്റ് ഒക്കെ മാത്യു എഴുതുന്നത്. അത് സർപ്പത്തിന് വിവേകം എന്ന് പറയുന്ന ഒറ്റ കാര്യമായി മാത്രമായിട്ടായിരുന്നു ഗണിക്കപ്പെട്ടിരുന്നത്. എന്താണത്? സർപ്പത്തെ നമ്മൾ തല്ലിക്കൊല്ലാൻ ശ്രമിക്കുമ്പോൾ സർപ്പം ഒരൊറ്റ കാര്യം മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. എന്താണത്? തലക്കടി കൊള്ളാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുക. കാരണം തലക്ക് പ്രഹരം ഏറ്റു കഴിഞ്ഞാൽ പിന്നെ മുമ്പോട്ടൊരു യാത്രയില്ല. തലക്കടിയേറ്റില്ലെങ്കിൽ പിന്നെയും അതിനകത്ത് ഇങ്ങനെ അതിജീവനത്തിനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്താണ് ഈ ശിരസ് എന്ന് പറയുന്നത്? വിശ്വാസമാണ് ഈ ശിരസ്. ജീവിതം എന്തുമാത്രം പ്രഹരം വെച്ച് നീട്ടുമ്പോഴും, എന്തുമാത്രം അപമാനത്തിലൂടെ കടന്നു പോകുമ്പോഴും, എന്തുമാത്രം മരണം കാണേണ്ടി വരുമ്പോഴും, എന്തുമാത്രം കപ്പൽ ചേതങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും, എന്തുമാത്രം സാമ്പത്തിക പ്രതിസന്ധിയിലാകുമ്പോഴും ചില അടിസ്ഥാന വിശ്വാസത്തിന്
പരിക്ക് പറ്റാതെ സൂക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞു മക്കളൊക്കെ പാടുന്ന പാട്ട് കണക്ക് വൺ ഡേ വി ഷാൾ ഓവർകം. എന്തൊക്കെ പ്രതിസന്ധികളിൽ കടന്നു പോകുമ്പോഴും കുഞ്ഞു മക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കണം, റോമ 8:28, തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവനെല്ലാം നന്മയായിട്ട് പരിണമിപ്പിച്ചു. ഇവോൾവിങ് സ്റ്റാറ്റസ് ഇസ് ഗുഡ്നസ്. കാരണം ദൈവം നന്മയാണെങ്കിൽ ഈ നന്മ മാത്രമേ എന്തിനകത്തും രൂപപ്പെടാൻ പറ്റത്തുള്ളൂ. നമ്മൾ തിന്മ പിഴിഞ്ഞാൽ പോലും അതിനകത്ത് നന്മ ഉണ്ടാകും. കവികളൊക്കെ പറയുന്ന കണക്ക് ഇരുട്ട് പിഴിഞ്ഞു പോലും വെളിച്ചം ഉണ്ടാകും. ക്ലാസിക് പടങ്ങളെക്കുറിച്ച് പറയുന്നൊരു നിർവചനമാണത്, ഇരുട്ട് പിഴിഞ്ഞിട്ട് വെളിച്ചം. കാരണം വെളിച്ചം അല്ലാതെ എന്താ ഇതിനകത്ത് നിന്ന് പുറത്തു വരിക? ഇവാൻ ഇലിച്ചിന്റെ മരണം കണക്കാണ്. ഇവാൻ ഇലിച്ച് സൂയിസൈഡ് ചെയ്യുക. ഭയങ്കരമായ ഒരു ഓർത്തഡോക്സ് ചർച്ചിന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇരുന്നുകൊണ്ടാണ് ഈ ടോൾസ്റ്റോയി തന്റെ റഷ്യൻ ഓർത്തഡോക്സ് എന്നൊക്കെ പറയുന്നത് മൂലയ്ക്ക് വെച്ച് ഏറ്റവും കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു സഭ വിഭാഗമാണ്. അവിടെ സൂയിസൈഡ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ മാപ്പില്ലാത്ത ഒരു അപരാധമാണ്. എന്നിട്ടും ഇവാൻ ഇലിച്ചിന്റെ മരണം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഈ ടോൾസ്റ്റോയ് അവസാനിപ്പിക്കുന്ന വരികൾ നിങ്ങളൊന്ന് വേഗത്തിലൊന്ന് എടുത്തു വായിച്ചാൽ നല്ലതാണ്. അതിങ്ങനെയാണ്, വെളിച്ചം വെളിച്ചം. ആഫ്റ്റർ ദാറ്റ് ദർ വാസ് ലൈഫ്. എന്തെങ്കിലും തരത്തിൽ ദൈവവുമായി ബന്ധപ്പെട്ട മനുഷ്യര് അവനവനോട് തന്നെ ഉരുവിടേണ്ട വാക്കാണ് ആഫ്റ്റർ ദാറ്റ് ദർ വാസ് ലൈഫ്. അതിനുശേഷം വെളിച്ചം ഉണ്ടാകുന്നു. മൂന്നാമത്തത് തന്നെ ഇങ്ങനെ അവനവന്റെ ഫെയ്ത്തിനെ ഇങ്ങനെ കുറെ കൂടി ഒന്ന് ഗൗരവമായിട്ട് എടുക്കുക. എൻ്റെ ഏറ്റവും വലിയൊരു വിഷമം കൂടിയായി വാസ്തവത്തില്. അടുത്ത കാലം വരെ എനിക്ക് അങ്ങനെ ഒരു ആശങ്കയില്ലായിരുന്നു. ഒരാൾക്ക് ഫെയ്ത്ത് ഇല്ലെന്ന് പറയുമ്പോൾ അതിനകത്ത് അബ്സല്യൂട്ട്ലി അത് വളരെ പേഴ്സണലായ സംഭവം. അതിനെ ഏതെങ്കിലും തരത്തിൽ കൺഫണ്ട് ചെയ്യുകയോ അഡ്രസ്സ് ചെയ്യേണ്ട ബാധ്യത പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാനിതുമായിട്ട് യൂസ്ഡ് ആണ് വസ്തുത്തില്. വീടിനകത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കാര്യമായി വിശ്വാസം ഇല്ലെന്ന് തോന്നിച്ച മട്ടിൽ ഒരു അമ്മായിയൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ അമ്മായി പ്രാർത്ഥിക്കത്തേ ഇല്ലായിരുന്നു. അത് ആ പ്രായത്തിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാത്ത ആൾക്കാർ വളരെ കുറവായിരുന്നു. കാരണം അങ്ങനെ ഒരു കാലത്തൊക്കെ ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. കുടുംബ പ്രാർത്ഥന നടക്കുമ്പോൾ അമ്മായി ഇങ്ങനെ തിരിഞ്ഞിരിക്കും. അത്രയും അവർക്ക് ഇങ്ങനെ ദൈവത്തോട് കലഹിക്കാൻ കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ഈ അമ്മായി ചെയ്യേണ്ടുന്നൊരു കാര്യം ചെന്നാൽ കൃത്യമായിട്ട് ഈ ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ പോകും. അന്ന് ഞങ്ങളുടെ ഒരു വളരെ രീതിയൊക്കെ അനുസരിച്ചിട്ട് ഇങ്ങനെ യേശുവിന്റെ അടക്കിയ രൂപമുണ്ട്, മഞ്ചത്തിന്റെ രൂപമുണ്ട്. ആ ഒരു ദിവസം മാത്രമാണ് ഈ അമ്മായി യേശുവായിട്ട് സിങ്ക് ചെയ്യുന്നത്. അന്ന് അവർക്ക് പരസ്പരം തോന്നുന്നുണ്ട്, നമ്മളൊക്കെ ഒരുപോലെ ഇപ്പൊ അടിമുടി ക്ഷതമേറ്റ മനുഷ്യരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വാസ്തവത്തിൽ അമ്മയെ കുറിച്ചായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യമായ ദൈവവിശ്വാസം ഇല്ലെന്ന് പറയുന്ന മനുഷ്യർ എന്നെ ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. എനിക്ക് കാര്യമായിട്ട് ദൈവവിശ്വാസത്തിൽ ഉലച്ചിട്ടും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ വിചാരിക്കുന്നു, ഒരു പ്രതിസന്ധി വരുമ്പോ ഇവരെന്നാ ചെയ്യും? അവരെന്തിലും ഹോൾഡ് ചെയ്യും. ലോകത്തെ ഏറ്റവും വലിയ ഫലിതം എന്ന് പറയുന്നത് ഈ സെൽഫ് മെയ്ഡ് എന്ന് പറയുന്ന ഫലിതം. ലോകത്തിന്റെ എല്ലാ പ്രതിസന്ധികളും വാസ്തവത്തിൽ ഈ കിണറ്റിൽ വീഴുന്ന കണക്കാം. കിണറ്റിൽ വീഴുന്ന മനുഷ്യർക്ക് അവരുടെ സെൽഫ് ഹെൽപ്പ് എന്ന് പറയുന്നത് കണക്കൊരു ഫലിതം കയറി വന്നിരുന്നെങ്കിൽ പുറത്തിരുന്ന് ചിരിക്കായിരുന്നു. അത്രയും വലിയ ഫലിതം അത്. കാരണം അവർക്കൊക്കെ ഒരു വള്ളി ആവശ്യമുണ്ട്, റോപ്പ് ആവശ്യമുണ്ട്. അങ്ങനെയാണ് ആ വാക്കിന് നമ്മുടെ ഒരു മധ്യവയസ്സിൽ ഇത്രയും മുഴക്കം കിട്ടുന്ന മിശിഹ. നീ എൻ്റെ മിശിഹയാകുന്നു. ഒരു മിശിഹ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. ഒരു മിശിഹ ഉണ്ട്, അയാൾക്ക് അയാളുടെ നേരം ഉണ്ടെന്നൊക്കെ അവനവനോടും അവനവന്റെ മക്കളെയൊക്കെ പറഞ്ഞ് ബലപ്പെടുത്തേണ്ട ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ എന്തിലും അവർ ഹോൾഡ് ചെയ്യും. ഇങ്ങനെ ഒരു കാര്യമായ ഈശ്വര സങ്കല്പം ഇല്ലാത്ത ഒരു പുരുഷനും അതിനകത്ത് കുറച്ച് മമതയുള്ളൊരു സ്ത്രീയും വിവാഹിതരായി. കുഞ്ഞ് ഒരു ടെർമിനലി ഇല്ലായിട്ടുള്ളൊരു രോഗത്തിൽ ചെന്ന് ചാടി. ഇവള് മടങ്ങിപ്പോകുന്നതിനൊക്കെ മുമ്പേ അപ്പനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അപ്പൊ ഞാൻ ആരെ വിശ്വസിക്കണം? അപ്പ പറയുന്നു, അത് അമ്മ പറയുന്നു. അപ്പൊ അയാൾ ഈ കുഞ്ഞിന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചിട്ട് പറയുന്നുണ്ട്, ഈ നേരത്തെ അമ്മ പറയുന്നതായിരിക്കും നല്ലത്. സംതിങ് ടു ഹോൾഡ്. മുങ്ങി തുടങ്ങുന്നവന്റെ വൈക്കോൽ തുരുമ്പിന്റെ പേരാണ് ദൈവം. അപ്പൊ അത് ഇങ്ങനെ ഒന്ന് പരിചയപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ബാധ്യതയാണെന്ന് തോന്നുന്നു. അപ്പൊ മൂന്നതാണ് ഈ ഫെയ്ത്ത് എന്ന് പറഞ്ഞ ഒരു ഘടകത്തെ ഗൗരവമായിട്ട് എടുക്കുക. 4 ഈ പറഞ്ഞ
പ്രതീക്ഷയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ടെക്സ്റ്റ് ഇതാണ്, റോമ 1:13-13 3 കാര്യങ്ങളാണ് എല്ലാത്തിൻ്റെയും മാനദണ്ഡം: ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റി. ഈ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞൊരു കാര്യം നിലനിർത്താനായിട്ട് സഹായിക്കുക. പണ്ടൊരാള് ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. വാസ്തവത്തിൽ അയാൾക്ക് കിട്ടിയ ശിക്ഷയായിരുന്നു അത്. ഒരു രാത്രി മുഴുവൻ ഇങ്ങനെ മഞ്ഞ് പെയ്യുന്ന ഒരു തടാകത്തിൽ ഈ കഴുത്തോളം വെള്ളത്തിൽ നിൽക്കുക. പ്രഭാതമാകുമ്പോൾ അയാൾ ഉറഞ്ഞു പോകണം. എന്നിട്ടും പുലരിയിൽ അയാളെ തേടിയെത്തിയ അധികാരി കണ്ടൊരു കാര്യം ഇതാണ്: ഇയാൾ മരിച്ചിട്ടില്ല. അയാൾ എങ്ങനെ സർവേ ചെയ്യും ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്: ഈ തടാകത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങയുടെ കൊട്ടാര ജാലകത്തിൽ ഒരു തിരി എനിക്ക് കാണാം, തെളിഞ്ഞു നിൽക്കുന്ന ഒരു തിരി. അതൊരു കാറ്റിലും അനാഥ നിൽക്കുന്നുണ്ട്. അതിനെ നോക്കി 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 ഞാൻ എൻ്റെ ഉള്ളിലെ ഒരു ഇത്തിരി ചൂടിനെ കെടുത്താതെ സൂക്ഷിച്ചു. ഒരു കാറ്റത്തും അണയാത്ത ഒരു തിരി ഇങ്ങനെ കൊളുത്തി നിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഹോപ്പ്. വേദപുസ്തകത്തിലെ ഏറ്റവും ഹോപ്പ് തരുന്നൊരു വാക്ക് ഒന്ന് വേഗത്തിൽ ഒന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ആ വാക്കെന്ന് പറയുന്നത് തേർഡ് ഡേ ആണ്. തേർഡ് ഡേ എന്ന് പറയുന്നത് മനുഷ്യർ മരിച്ചു കഴിഞ്ഞാൽ ഒരു 3 ദിവസത്തോളം അവരുടെ പ്രാണം അവരോടൊപ്പം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു വിചാരം. ഈ 3 ദിവസത്തിന് ശേഷം ജ്യൂസിന്റെ ഒരു സങ്കല്പം പറയുന്നത് കേട്ടോ. ഈ 3 ദിവസത്തിന് ശേഷം ശരീരം പതുക്കെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് തുടങ്ങും. പിന്നെ അവരിന്ന് പ്രതീക്ഷിക്കാനായിട്ട് ഒന്നുമില്ല. അതുകൊണ്ടാണ് ലാസറിന്റെ ശവകുടീരത്തിൽ യേശു വരുമ്പോൾ അവന്റെ പെങ്ങന്മാർ പറയുന്നൊരു കാര്യമുണ്ട്: ഈ 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നിനക്ക് ഇടപെടാൻ പറ്റുമായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും അതിനുള്ള നേരം വൈകിയിരിക്കുന്നു. ഇതാണ് തേർഡ് ഡേ. ഈ തേർഡ് ഡേ റെഫറൻസ് ആദ്യം വരുന്ന ഹോസേയ 6:2-ലാണ്. അവിടുന്ന് നമ്മളെ മരിക്കാൻ വിട്ടുകൊടുത്താൽ 3-ാം നാൾ ഉയർപ്പിക്കും. എന്നതിന്റെ അർത്ഥം മനുഷ്യന്റെ പ്രതീക്ഷ ഒക്കെ തീരുന്നിടത്തുനിന്ന് ദൈവത്തിനൊരു ശരിയായ സമയമുണ്ട്. അതാണ് അൾട്ടിമേറ്റ് ഹോപ്പ്. ഫ്രിഞ്ച് ഓഫ് മാൻസ് എക്സ്പെക്ടേഷൻ ആൻഡ് റൈറ്റ് ടൈം ഫോർ ഗോഡ്. ഇത് പറയുന്ന ഹോസയാണെന്ന് കൂടി ആലോചിക്കണം. മറ്റു പ്രവാചകന്മാർ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും ഗ്രാവിറ്റി ഉണ്ടാവില്ല ആ വാക്കിന്. എന്താ കാര്യം? ഹോസയുടെ ട്രാക്ക് എന്താണ്? ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കാൻ പോയ സ്വാഭാവികമായിട്ട് മനുഷ്യർ അവരുടെ സ്പൗസായിട്ട് തിരഞ്ഞെടുക്കുന്ന എപ്പോഴും, പങ്കാളിയായിട്ട് തിരഞ്ഞെടുക്കുന്ന എപ്പോഴും കുറച്ച് ഇന്റഗ്രിറ്റി ഉണ്ടെന്ന് കരുതുന്ന വ്യക്തികളെ, ലൈഫിൽ കാര്യമായിട്ട് അലച്ചിലുകളൊന്നും ഉണ്ടാവാത്ത, ഫിസിക്കലിയോ അങ്ങനത്തെ എക്സ്പോഷർ ഒന്നും ഇല്ലാത്ത മനുഷ്യരാണ് നമുക്ക് അങ്ങനെ കെട്ടുപാടുകൾ സംഭവിച്ചാൽ പോലും നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. എന്നിട്ടോ ഈ ചെറുപ്പക്കാരൻ്റെ പെണ്ണിനെ ദൈവം കാണിച്ചു കൊടുത്തു. അതൊരു നഗരത്തിലൂടെ തെരുവിലൂടെ കൊണ്ടുപോയിട്ട് ആ നഗരത്തിലെ ഏറ്റവും ചീത്തപ്പേര് ഉണ്ടാക്കിയ ഒരു പെൺകുട്ടിയാണ്. പുട്ട് പ്ലെയിൻലി ദ പ്രോസസ് ഓഫ് ദി ടൗൺ, ആ നഗരത്തിന്റെ ഗണികയാണ്. എന്നിട്ട് പറഞ്ഞു ഇവളെ കല്യാണം കഴിക്കാൻ പറഞ്ഞു. ഒരു ചെറുപ്പക്കാരന്റെ ഒരു ഫാമിലി ലൈഫ് ആരംഭിക്കുന്ന ഇത്രയും ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ്. ഈ മനുഷ്യനാണ് വേദപുസ്തകത്തിന് മാത്രമല്ല ഭൂമിയിൽ തന്നെ ഏറ്റവും നല്ല ഹോപ്പിന്റെ വാക്ക് പറയുന്നത് തേർഡ് ഡേ, 3-ാം ദിവസം. എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനിറ്റി മനുഷ്യഭാവനയ്ക്കും മനുഷ്യന്റെ കൾച്ചറിനും കൊടുത്തിട്ടുള്ള ഏറ്റവും കൃത്യമായ വാക്കതാണ് തേർഡ് ഡേ. ഒരു തേർഡ് ഡേ ഉണ്ടാവും എല്ലാത്തിനകത്തും. നമ്മൾ ഈ ചെറിയ പ്രായത്തിലൊക്കെ നിശ്ചയമായിട്ടും ദ്രൗപദിയുടെ വസ്ത്ര ആക്ഷേപത്തിന്റെ കഥ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഒരു സദസ്സിൽ വെച്ചിട്ട് ഇവൾ അപമാനിതയാൻ പോവുകയാണ്. അവൾ ചുറ്റിയിരിക്കുന്ന ചേലയ്ക്ക് ഒരു 5.5 മുഴം അല്ലെങ്കിൽ 6 മുഴം നീളം എന്ന് വെക്കുക. 5.5 മുഴം നീളമുള്ള ഒരു അങ്കിയുടെ ഒരു അറ്റത്ത് പിടിക്കുമ്പോൾ അവൾ വിവസ്ത്രയാകാനുള്ള, അവൾ അപമാനിതയാകാനായിട്ട് അവൾക്ക് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് മതി. ഈ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിനുള്ളിൽ തനിക്ക് സംഭവിക്കാൻ പോകുന്ന ആ ദുര്യോഗത്തെ ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഇവളിങ്ങനെ വിറങ്ങലിച്ച് കണ്ണുപൂട്ടി നിൽക്കുമ്പോൾ ഈ 5.5 മുഴം ചേലയിൽ നിന്ന് വേറെ ആൾ ചുറ്റാൻ തുടങ്ങി. ചുറ്റി പോവുക. എത്ര അഴിച്ചിട്ടും അഴിക്കാൻ പറ്റാത്ത വിധത്തിൽ വീണ്ടും വീണ്ടും ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പോയിന്റിന്റെ പേരാണ്, ഈ ഒരു ഫ്യൂഷൻ പോയിന്റിന്റെ പേരാണ് ഈ പറഞ്ഞ തേർഡ് ഡേ. മനുഷ്യനെ എക്സ്പെക്ട് ചെയ്യാനായിട്ട് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ദൈവം ചില കാര്യങ്ങൾ ചുറ്റി തുടങ്ങും. എൻ്റെ ചെറിയ പ്രായത്തിന്റെ ഒക്കെ ബുദ്ധിമോശത്തിൽ ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ഈ മിറക്കിളുകളിൽ വിശ്വസിക്കരുത്. അത് തിരുത്തി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. There will be miracle. എന്തെങ്കിലുമൊക്കെ
ഒരു ഇടപെടൽ എവിടെങ്കിലുമൊക്കെ ഉണ്ടാവും നിശ്ചയമായിട്ടും. വിശേഷിച്ചും നമ്മുടെ മുമ്പോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എൻഡേഞ്ചർഡ് ആകുമ്പോൾ എല്ലാത്തിനും പരിഹാരമുണ്ട്, മരണത്തിനൊഴികെ. മനുഷ്യർ സൂയിസൈഡ് ചെയ്യുന്ന ഒരു കാലം കൂടിയൊക്കെ ഇത്. മരണത്തിനും പരിഹാരമായിട്ട് എന്താ ഉള്ളത്? ബാക്കി എല്ലാത്തിനും പരിഹാരമുണ്ട്. ബൈസിക്കിൾ തീഫിനകത്തൊക്കെ പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് അത്. പണി തേടി പോയ അപ്പൻ, അയാളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അയാൾക്ക് സൈക്കിൾ ഉണ്ടായിരിക്കുകയാണ്. ആ സൈക്കിൾ അയാൾ വാങ്ങിക്കഴിയുമ്പോൾ അയാളുടെ സൈക്കിൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. പണി നിലനിർത്താൻ വേണ്ടി സൈക്കിൾ മോഷ്ടിക്കുന്നു. വൈകുന്നേരം ആയപ്പോൾ ഇയാളൊരു സൈക്കിൾ മോഷ്ടാവായി. അപ്പൊ അപ്പനും മോനും കൂടി ഇങ്ങനെ ഭയങ്കര അടുപ്പോ. മകന്റെ ഉള്ളിലൂടെ പടന്നു പോകുന്ന കാര്യങ്ങൾ അപ്പനറിയാം. മരിച്ചു കളയാനാണ് തോന്നുന്നത്. ദാരിദ്ര്യവും അപമാനം എന്തൊക്കെയാണ് ഒരു ദിവസം സംഭവിക്കുന്നത്. അപ്പോൾ ഈ മകനോട് അപ്പം പറയുന്നൊരു കാര്യമാണ്, എല്ലാത്തിനും പരിഹാരമുണ്ട് മരണത്തിനൊഴികെ. കുറെ അധികം മനുഷ്യരെ ജീവനിലേക്ക് തിരിച്ചു വിളിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ആയത്, എല്ലാത്തിനും പരിഹാരമുണ്ട് മരണത്തിനൊഴികെ. അപ്പോൾ 4 ഈ പറഞ്ഞൊരു അൾട്ടിമേറ്റ് ഹോപ്പ് ഉണ്ടാവുന്നുള്ളതാണ്. 5 ഒരു തിയറി ഓഫ് അഡാപ്ഷൻ എന്ന് പറഞ്ഞ സംഭവം. ചില കാര്യങ്ങളെയൊക്കെ ഇങ്ങനെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് മനസ്സിനെ പഠിപ്പിക്കണം. സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. ആ മാറിയ സാഹചര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്താ എത്ര കുഴപ്പം? അപ്പൊ എവിടെ വെച്ച് ഏതെങ്കിലും ഒരു ജീവജാലം ഈ ഭൂമിയിൽ നിലനിന്നിട്ടുണ്ടെങ്കിൽ അത് തിയറി ഓഫ് അഡാപ്ഷൻ കൊണ്ട് മാത്രം. നമ്മൾ ഈ പാറ്റയൊക്കെ അടിച്ചു കൊല്ലുമ്പോൾ ഓർത്തോളണം, ലോകത്തെ ഏറ്റവും പഴക്കമുള്ള ജീവി എന്ന് പറഞ്ഞ പാറ്റയാണ്. അത് ഈ പറഞ്ഞ പൊക്രാനിൽ അണുസ്ഫോടനം നടക്കുമ്പോൾ പോലും അത് സർവൈവ് ചെയ്ത സംഭവം എന്ന് പറയാം. അതിനാണ് നമ്മൾ വേഗത്തിൽ അങ്ങോട്ട് പണി കഴിക്കുന്നത്. ഭീകര സർവൈവലുള്ള സംഭവം ഇതൊക്കെ. ഓർമ്മിക്കണം, ദിനോസർ കണക്ക്, ദിനോസർ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ പള്ളിയൊക്കെ വലിപ്പമുണ്ട്. അത്തരം വലിയ ജീവികൾ കടന്നുപോയ ഭൂമിയിൽ ഈ ചെറുപ്രാണികളൊക്കെ എങ്ങനെയാണ് നിലനിന്നത്? അതിന്റെ കൃത്യമായ ഈ പറഞ്ഞ സംഭവം ഉണ്ട്. ഇതിന് പലതിനോടും അതിന് ഇങ്ങനെ ഏകീകരണം നടത്താനായിട്ട് പറ്റിയ, അല്ലെങ്കിൽ അതിനോട് ഒരു അഡാപ്ഷനോ ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ചിലതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കരുതുന്ന ഒരു തിരുവചനം. ഇങ്ങനെ ഈറ്റ് വാട്ട് ഈസ് സെറ്റ് എന്ന് പറയുന്ന സംഭവം ലൂക്ക 10:8 വിളമ്പിയത് ഭക്ഷിക്കുക. കുറെ കാര്യങ്ങളൊക്കെ മേശയിൽ വിളമ്പിയിട്ടുണ്ട്. എല്ലാം ഒന്നും ഇങ്ങനെ പ്രിയമുള്ളതൊന്നുമല്ല, പക്ഷെ അതിനെ ഭക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നിടത്താണ് എൻ്റെ കുലീനത, എൻ്റെ ഒരു വലിപ്പം. ചെറുപ്പത്തിൽ ഇഷ്ടമില്ലാത്ത വിഭവങ്ങളൊക്കെ ഇങ്ങനെ എടുത്തറിഞ്ഞ് കളിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഫ്ലൈയിങ് സോസർ ആയിരുന്നു ടേബിൾ എന്ന് പറയുന്നത്. ശേഷം അനുജനൊക്കെ എന്തെങ്കിലും ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഈ പാത്രം പറഞ്ഞു എന്ന് കാണാം. പക്ഷെ ഈ പ്രായത്തിൽ അവനത് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പ്രായത്തിൽ അവന് ചെയ്യുകയാണെങ്കിൽ അവന് വീട്ടിൽ നിന്ന് ചോറ് കിട്ടത്തില്ല, കാരണം അതിൻ്റെ എളുപ്പമല്ല അത്. അപ്പൊ ഇപ്പൊ വിളമ്പിയത് ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഈറ്റ് വാട്ട് ഈസ് ദറ്റ്. മേശയിൽ വിളമ്പിയ ഈ വിഭവം ചേർത്ത് പിടിക്കേണ്ട ബാധ്യതയുണ്ട്. ഹാഗാറിനോട് ദേവദൂതൻ പറയുന്നൊരു വാക്കാണ്, ഹാഗാറെ നിന്റെ സങ്കട കാരണത്തെ ചേർത്ത് പിടിക്കുക. ഹാഗാറെ നിന്റെ സങ്കട കാരണത്തെ ചേർത്ത് പിടിക്കുക. എല്ലാവർക്കും ഉണ്ടാവും എ കോസ് ഫോർ ഗ്രീഫ്. അവനവന്റെ സങ്കട കാരണങ്ങളെ ഒന്നുകൂടി ഈ കുരിശിന്റെയൊക്കെ ചുവട്ടിലിരുന്നൊന്ന് ചേർത്ത് പിടിക്കാൻ പറ്റുമോ? ഇതും കൂടി ചേർന്നിട്ട് ഒരു പാക്കേജാണ് ജീവിതം എന്നൊക്കെ കണ്ടെത്തുകയല്ലേ എൻ്റെ ഏറ്റവും ഭംഗിയുള്ള വശം. പിന്നെ ഒരു വിചാരം കൂടി വേദവസ്തുത എടുക്കാവുന്നേ ഉള്ളൂ. എന്താണത്? വർത്തമാനത്തിൽ ജീവിക്കുക. പിന്നെ മനുഷ്യന് ഏറ്റവും കൂടുതൽ വിറങ്ങലിച്ചു പോകുന്നത് ഈ ഭൂതകാലത്ത് നോക്കി നിൽക്കുമ്പോഴാണ്. പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, ആകാശത്തുനിന്ന് തീയും ഗന്ധം ഇറങ്ങുകയാണ്. ഒരു കുടുംബത്തോട് ഓടി രക്ഷപ്പെടാൻ പറയുന്നു. പക്ഷെ ഓടി രക്ഷപ്പെടുമ്പോൾ കൃത്യമായിട്ടൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, തിരിഞ്ഞു നോക്കാൻ പാടില്ല. അയാള് തിരിഞ്ഞു നോക്കാതെ ഓടുന്നു. മിസ്സിസ് ലോത്ത് എന്ത് ചെയ്യും? ഈ പുരുഷന് ഒരുപക്ഷെ ഈ ഭൂതകാലത്തിൽ നിന്ന് ഒരു ഡിറ്റാച്ച്മെന്റ് കുറച്ചുകൂടി എളുപ്പമാണ്, ഡീലിംഗ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ സ്ത്രീ എന്ന് പറയുന്നത് ഇങ്ങനെ കുറെ കൂടി ഇങ്ങനെ ഇന്നലകളുമായിട്ട് അറ്റാറ്റ്. അമ്മയൊക്കെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ചു വന്നാണ്. ഒരു 70-78 വയസ്സ് വരെയെങ്കിലും അപ്പയൊക്കെ ഒരുമിച്ച് ജീവിച്ചു. പക്ഷെ എന്നാലും
ആ 70കളിലും അമ്മ എൻ്റെ വീടെന്ന് പറയുന്നത് താൻ ചെറിയ പ്രായത്തിൽ വസിച്ച ചമ്പക്കുളത്തെ വീടാണ്. അങ്ങനെ വിട്ടു പോന്നിട്ടില്ല. ഈ പണിതൊന്നും അവളുടെ വീടല്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെ വലിയ ഭൂതകാലത്തിൽ പെട്ടുപോകുന്ന ഒരാളുടെ പേരാണ് ഈ സ്ത്രീ എന്ന് പറയുന്നത്. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവരിങ്ങനെ കുറച്ചുകൂടി ശ്രദ്ധിച്ചും ലോകത്തിന്റെ കാവൽക്കാരായിട്ടും ജീവന്റെ കാവൽക്കാരായിട്ടൊക്കെ നിലനിൽക്കുന്നത്. അബ്സല്യൂട്ട്ലി അതിനകത്തൊരു തെറ്റുണ്ടെന്ന അർത്ഥത്തിലല്ല പറയുന്നത്. പക്ഷെ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അത് മനസ്സിലാക്കിയ നല്ലതല്ലേ. അങ്ങനെ ഇവള് തിരിഞ്ഞു നോക്കുന്നു. എന്നിട്ട് അടുത്ത വരി എന്താണ്? അവളവിടെ ഉപ്പുതൂണായിപ്പോയി. പരിഹാരമില്ലാത്ത ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മനുഷ്യ ഉപ്പുതൂണായിപ്പോയി. ഏതെങ്കിലും ഒരു നിമിഷം അവനവനെ തന്നെ ഒന്ന് പിച്ചിട്ട് മുമ്പോട്ട് പോകണം. ഈ നിൽപ്പ് ആരെയും സഹായിക്കുന്നില്ല. പലരും തങ്ങളുടെ ഭൂതകാലത്തിലേക്ക് നോക്കി ഇങ്ങനെ ഉപ്പുതൂണായി പോയിട്ടുണ്ട്. ഒരു പ്രണയം തകർന്നൊരു വ്യക്തി എടുക്കുക, മുമ്പോട്ട് കുറേ വർഷങ്ങൾ മറ്റൊരു വ്യക്തിയായിട്ട് ജീവിക്കുമ്പോഴും ആ ചെറിയ പ്രായത്തിൽ അവരിങ്ങനെ ഉറഞ്ഞു നിൽക്കുക. അവിടം തൊട്ട് ലൈഫിൽ നമ്മൾ കണ്ടുമുട്ടുന്ന മിക്കവാറും മനുഷ്യര് ഈ പരിഹാരമില്ലാത്ത ഇന്നലകൾക്കകത്ത് ഇങ്ങനെ ഉറഞ്ഞുപോയ മനുഷ്യരാണ്. കാറിന്റെ റെയർ മിററിൽ നോക്കിയിട്ട് ഒരാൾക്കും വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ ഒരു എഴുത്തുകാരൻ, ഒരു പത്രപ്രവർത്തകന് പറഞ്ഞു കൊടുക്കുന്നത് ഒരു സിക്ക് ഡ്രൈവറാണ്. ഇങ്ങനെ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട വർഷം ഉണ്ടായ ഒരു വലിയൊരു വംശഹത്യ ഉണ്ടായിരുന്നു. എത്നിക് ഒരു ഹീനത ഉണ്ടായിരുന്നു. എത്ര പേരാ കൊല്ലപ്പെട്ടതെന്നൊക്കെ അന്ന് ഈ സെൻസർഷിപ്പിന്റെ ഒക്കെ ഒരു കാലം ഉണ്ടായിരുന്നുകൊണ്ട് നമുക്കൊരു പിടുത്തമില്ല. പക്ഷേ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയിൽ സംഭവിച്ച ഏറ്റവും വലിയ നരഹത്യയായിട്ട് അത് ഗണിക്കപ്പെടുന്നുണ്ട്. ഒരു സിക്ക് ഡ്രൈവർക്ക് അയാളുടെ കുടുംബം നഷ്ടമായി. മനുഷ്യരിങ്ങനെ പന്തവുമായിട്ട് തെരുവീതിയിൽ അലഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു. സിക്ക് ക്ലസ്റ്ററുകൾ ഇങ്ങനെ കത്തിപ്പോയിരുന്ന ഒരു കാലമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇയാളെ ഇന്ദ്രപ്രസ്ഥയിൽ വീണ്ടും കാണുമ്പോൾ, ഇയാളുടെ ക്യാബിനകത്ത് സഞ്ചരിക്കുമ്പോൾ ഈ മനുഷ്യൻ വലിയ അനുഭാവപൂർവ്വം പറഞ്ഞു, നിങ്ങളുടെ ദുഃഖം എനിക്ക് പിടുത്തം കിട്ടി, എനിക്കറിയാം. കൂടുതൽ ചോദിച്ച് നിങ്ങളെ വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ അറിഞ്ഞിരുന്നു. അയാൾ പറഞ്ഞു, സാബ്, ഞാൻ ഡ്രൈവറാണ്. എൻ്റെ വസ്ത കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എനിക്ക് നഷ്ടമായെന്ന് എനിക്ക് കാണാൻ പറ്റും, എന്തിൽ നിന്നൊക്കെയാണ് ഞാൻ അകന്നു പോയെന്ന്. ആ കണ്ണാടി നോക്കുമ്പോൾ ഞാൻ പണി കഴിപ്പിച്ചൊരു ചെറിയ വീട്, അതിൻ്റെ ഉമ്മറത്തിരിക്കുന്ന ഒരു സ്ത്രീ, അവരോട് ചേർന്നുറങ്ങുന്ന 2 ചെറിയ പെൺകുട്ടികൾ, പിന്നെ ആരോ എറിഞ്ഞൊരു പന്തം, ഒക്കെ ഒരു കൈക്കുടന്ന വിഭൂതിയായി സാർ. എന്നാലും ഞാൻ ഡ്രൈവറാണ്. എനിക്ക് ഈ വശത്തുള്ള കണ്ണാടി നോക്കി യാത്ര ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഒന്ന് കണ്ണുടച്ചിട്ട് ഞാൻ ചക്രം മുമ്പോട്ട് പിടിക്കും. ഒന്ന് കണ്ണുടച്ചിട്ട് ചക്രം മുമ്പോട്ട് പിടിക്കുക. ജീവിതം അതിൻ്റെ ഒഴുക്കിനെ വീണ്ടെടുത്തേ പറ്റൂ. വിശേഷിച്ചും ഉറ്റവരുടെയൊക്കെ മരണം സംഭവിക്കുമ്പോൾ അതിലിങ്ങനെ ഉറഞ്ഞു പോകുന്ന ചില ആൽബമിത്രങ്ങള് ഞാൻ ഈ രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ അവരോടത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ മുമ്പോട്ട് പോകണമെന്നാണ് കടന്നുപോയവരൊക്കെ ആഗ്രഹിക്കുന്നത്. നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിൽക്കാനായിട്ട് അവരാശിക്കുന്നില്ല. അപ്പോൾ അതാണ് മറ്റൊരു വിചാരം, ഈ വർത്തമാനത്തിൽ ജീവിക്കുക. കുറച്ചുകൂടി ഇങ്ങനെ, ഇതൊരു തരത്തിലൊരു പ്രായോഗികവാദമല്ല കേട്ടോ. ചിലെങ്കിലും വിചാരിക്കും അത് കൊള്ളാലോ, പ്രായോഗികവാദം അല്ല ഇത്. വാസ്തവത്തിൽ കുറെ കൂടി യാഥാർത്ഥ്യ ബോധത്തോട് ജീവിക്കാനുള്ള ക്ഷണമായത്. പരിഹാരമില്ലാത്ത ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മനുഷ്യ ഉപ്പുതൂണായി പോകും. അങ്ങനെ കുറച്ചു കാലമെങ്കിലും ഉപ്പുതൂണായി പോയിരുന്ന ഒരാളെന്ന നിലയിൽ ഇത് പറയാനുള്ള എനിക്ക് അവകാശമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രൊസീഡ്, മുമ്പോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് അയാളെ നമസ്കരിച്ച് അവസാനിപ്പിക്കാം. ഒരാളുണ്ട് ഇങ്ങനെ വലിയൊരു കാറ്റിലും കോളിലും പെട്ട് തങ്ങൾ നശിക്കുമെന്ന് ഏകദേശം ഉറപ്പാകുമ്പോൾ, നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ അലകൾക്ക് മീതെ ഒരാൾ നടന്നു വരികയാണ്. അയാളിപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് അയാൾ നമ്മൾ ജീവിക്കുന്ന യേശു എന്ന് പറയുന്നത്, ദ ലിവിങ് ക്രൈസ്റ്റ്. യേശു നിങ്ങൾ വായിച്ചൊരു കഥയിൽ ഇതിഹാസ പുരുഷനാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആരും
എന്നെ കേൾക്കുന്നില്ലെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. ലിവിങ് ക്രൈസ്റ്റ്. അയാള് നമ്മൾ ഉലയുന്ന പഞ്ചിയുടെ ചാരെ വന്നിട്ട് പറയും, ബി സ്റ്റിൽ, ബി സ്റ്റിൽ, ശാന്തമാകും. നമ്മുടെ ദുഃഖത്തിൻ്റെ കാറ്റിനെയും ഈ പറയുന്ന ക്ഷോഭത്തിൻ്റെ അലകളെയും ഒക്കെ അവനെങ്ങനെ ശാന്തമാക്കും? ജീസസ് ഈസ് ദ സ്റ്റിൽ പോയിന്റ്. എല്ലാ കാര്യങ്ങളും നിശ്ചലമാകുന്നത് അവൻ്റെ പ്രസൻസിലാണ്. അയാളെ ഓർത്തും നമസ്കരിച്ചുമൊക്കെയാണ് നമ്മൾ ഈ ഒരു കൊച്ചു വർത്താനം കേട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം. അയാള് പറയും, ബി സ്റ്റിൽ. ജോസഫിന്റെ ജീവിതത്തെ വേദപുസ്തകം ഇങ്ങനെയാണ് സംഗ്രഹിച്ചത്: ദ ഹാൻഡ് ഓഫ് ദ ലോർഡ് വാസ് വിത്ത് ഹിം ഓൾവേസ്. നിങ്ങളുടെ ജീവിതവും അങ്ങനെ സംഗ്രഹിക്കപ്പെടട്ടെ. ദ ഹാൻഡ് ഓഫ് ദ ലോർഡ് വാസ് വിത്ത് ഹിം ഓൾവേസ്. എന്തായിരുന്നു അതിന്റെ അർത്ഥം? ഇത്രയും പ്രതിസന്ധിയിലൂടെ കടന്നുപോയൊരു മനുഷ്യൻ വേറെയില്ല. ചില മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ അയാൾ ഏത് മൂല്യത്തോടാണോ ഈ പറഞ്ഞ അഫിനിറ്റി പ്രഖ്യാപിച്ചത്, അതിന്റെ ഇരയായിട്ട് തടവിൽപ്പെട്ടു പോയ മനുഷ്യന്റെ പേരാ ജോസഫ്. സഹോദരന്മാര് വിറ്റുകളഞ്ഞ ഒരാളാണ് ജോസഫ്. ജീവിച്ചിരിക്കുന്ന മകന് വേണ്ടി അപ്പൻ ഉദകക്രിയ ചെയ്തുകൊണ്ടിരിക്കുക, തർപ്പണം ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഭൂമിയിൽ ഉണ്ടെന്ന് തന്നെ ഇല്ലാതെ ജീവിച്ചൊരു മനുഷ്യന്റെ പേരാണത് ജോസഫ്. അയാളെ കുറിച്ച് വേദപുസ്തകം പറയുന്ന വാക്കാണിത്: ദ ഹാൻഡ് ഓഫ് ദ ലോർഡ് വാസ് വിത്ത് ഓൾവേസ്. എന്നതിന്റെ അർത്ഥം അയാളുടെ ഖേദത്തില് യാവേ ഉണ്ടായിരുന്നു, അയാളുടെ ഭീതികളിൽ യാവേ ഉണ്ടായിരുന്നു, അയാളുടെ ശോഭത്തിൽ യാവേ ഉണ്ടായിരുന്നു. ഈ ശോഭം എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഓർമ്മിച്ചോളണം. ഈ ശോഭം എന്ന് പറയുന്നത് യുവർ ഇൻവേർട്ടഡ് ഗ്രീഫാ. നമ്മുടെ ദുഃഖം തന്നെ വഴിമാറുന്നതിന് വിളിക്കുന്ന വാക്കാണ് ശോഭം എന്ന് പറയുന്നത്. പേരൻസ് ഒക്കെ ശോഭിക്കുന്നത് അതുകൊണ്ടാണ്, ദുഃഖം വഴിമാറുന്ന. പിന്നെ അയാളെ ക്രമം തെറ്റാവുന്ന മമതകൾക്ക് മീതെ യാവേ ഉണ്ടായിരുന്നു. ഈജിപ്ത് കണക്കൊരു നഗരത്തില് ശരീരബന്ധങ്ങൾക്ക് അത്രയും പവിത്രതയൊന്നും കൽപ്പിച്ചു കൊടുക്കാത്ത ഒരു ദേശത്തിനിടയിൽ ഒരു വ്യക്തിയുടെ ശരീരം തന്റെ മുമ്പോട്ടുള്ള യാത്രയ്ക്കകത്ത് ഒരു ഏണിപ്പടിയാകുമെന്നൊക്കെ ഒരു ചെറുപ്പക്കാരന് സങ്കല്പിക്കാൻ പറ്റുന്ന ഒരു കാലത്തിനകത്ത് ആരുമില്ലാത്തൊരു അന്തഃപുരത്തിൽ നിന്ന് അയാൾ പുറത്തേക്ക് ഓടിപ്പോവുക. അപ്പോ ഏത് ദേശത്തായാലും ഇങ്ങനെ ഈ പറഞ്ഞ അയാളുടെ മമതകൾക്ക് മീതെയും യാവേ ഉണ്ടായിരുന്നു. ഇങ്ങനെ ആയിരിക്കണം വിശേഷം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെന്റ് എന്നൊക്കെ പറയുന്ന ചെറുപ്പക്കാരാണ്. അധികം പ്രായമുള്ളവരൊന്നും അവിടെ ഉണ്ടാവില്ല, കാരണം നമുക്കറിയാം ഒരു ദേശത്ത് ജോലി ചെയ്യുന്നവരാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഏതൊരു ചെറുപ്പക്കാരന്റെയും ജീവിതം ഇങ്ങനെ ഒന്ന് വേഗത്തിൽ ചുരുക്കി എഴുതണം: ദ ഹാൻഡ് ഓഫ് ദ ലോർഡ് വാസ് വിത്ത് ഹിം ഓൾവേസ്. കണ്ട ചിന്തകളെ ഒന്ന് വളരെ വേഗത്തിലൊന്ന് ക്രോഡീകരിക്കുകയാണ്. ഇങ്ങനെ ആദ്യമായിട്ട് സ്ത്രീകളെന്ന നിലയിൽ നമുക്കിതിനൊരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഓർക്കുക. ജീവനെക്കുറിച്ചുള്ള ആശങ്കകൾ പുരുഷനേക്കാൾ കൂടുതലായിട്ട് സ്ത്രീയിലാണ് നിക്ഷേപിച്ചത്. അതുകൊണ്ട് തന്നെ അവരെ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെ കൂടുതൽ ആകുലതയുള്ളവരായിട്ട്, ആശങ്കയുള്ളവരൊക്കെ ആയിട്ട് പുരുഷൻ ചിത്രീകരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതെന്നുള്ളതിനെ കുറിച്ച് പലപ്പോഴും കാണാറില്ല. കാരണം അവരുടെ മുഴുവൻ പ്രതിസന്ധി അതുകൊണ്ടാണ് ഇങ്ങനെ കൊലമരത്തിലേക്ക് കൂടെ പോകുന്ന ചെറുപ്പക്കാരന്റെ കൂടെയൊക്കെ അവർ പോകുന്നത്. അവസാനം വരെ കൂടെ ഉണ്ട്. നമ്മുടെ ജീവനുമായിട്ട് ബന്ധപ്പെട്ട ആശങ്കകളുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ അതിജീവനത്തിന്റെ കൊച്ചു വർത്താനങ്ങളിൽ ഏർപ്പെട്ടത്. നമ്മൾ കണ്ട ചിന്തകൾ ഏകദേശം ഇങ്ങനെയൊക്കെയാണ്: ഒന്ന്, ഈ ഇച്ഛാശക്തിയെ രാഗിമിനിക്കുക. 2, എന്തവശേഷിക്കുന്നുണ്ടെന്ന് ഒന്ന് അന്വേഷിക്കുക. 3, ഈ റോമ 8:22 വിശ്വാസം ഉണ്ടായിരിക്കുക. തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവനെല്ലാം നന്മയായിട്ട് പരിണമിപ്പിക്കുന്നു. 4, ഇങ്ങനെ ഒരു തേർഡ് ഡേ ഉണ്ടാകുമെന്നുള്ളൊരു ധൈര്യം കൊടുക്കുക. 5, ഇടയ്ക്കൊരു പോയിന്റ് മിസ് ചെയ്തു. ഒടുവിലായിട്ട് നമ്മൾ പറഞ്ഞത് എന്താ? ദ ഹാൻഡ് ഓഫ് ദ ലോർഡ് വാസ് വിത്ത് ഹിം ഓൾവേസ്. ഇതിനിടയ്ക്ക് വിട്ടുപോയൊരു പോയിന്റ് എന്താണ്? ഹി ഈസ് ദ സ്റ്റിൽ പോയിന്റ് ഓഫ് ലൈഫ്. ഒരാൾ വരും. വിട്ടുപോയ പ്രധാനപ്പെട്ട പോയിന്റ് ഈ പറഞ്ഞ തിയറി ഓഫ് അഡാപ്ഷൻ. എന്നിങ്ങനെ ഏകദേശം കുറച്ച് വിചാരങ്ങളാണ് നമ്മൾ കാണുന്നത്. ചിലതിനൊക്കെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പറയാനായിട്ട് നമ്മുടെ സമയമൊക്കെ തീർന്നിരിക്കുന്നു. എന്നാലും വളരെ വേഗത്തിൽ ഒന്ന് ഗൂഗിൾ ചെയ്താൽ നല്ലതാണ്. ഒന്ന് ആ പ്രയർ ഒന്ന് കണ്ടെത്തിയാൽ നല്ലതാണ്. ഈ സെർണിറ്റി പ്രയർ എന്നൊരു സംഭവമുണ്ട് എന്ന് പറയാൻ കണ്ടോളൂ.
ലോർഡ് ഗീവ് മി ദ ഗ്രേസ് ടു ചേഞ്ച് ദോസ് തിങ്സ് ദാറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ്. ദൈവമേ, മാറ്റമുള്ളതിനെ മാറ്റാനായിട്ടുള്ളൊരു ശക്തി തരണമേ. പിന്നെയോ മാറ്റമില്ലാത്തതിനെ സ്വീകരിക്കാനായിട്ടുള്ളൊരു സ്ട്രെങ്ത് തരണമേ. ആൻഡ് ലെറ്റ് മീ നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത്. എ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ വലിയ ശക്തമായ ഗ്രൂപ്പുകളുണ്ട്. വിശേഷം ഈ ആൽക്കഹോളിസ്റ്റിലൊക്കെ പെട്ടുപോയവരെ ഇത്രയും സൈലന്റ് ആയിട്ട് സഹായിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി വേറെ ഇല്ല, എ ഗ്രൂപ്പ്. അവരുടെ ബേസിക് പ്രയർ ആയത് ഇങ്ങനെ മാറ്റമുള്ളതിനെ മാറ്റാനും മാറ്റമില്ലാത്തതിനെ സ്വീകരിക്കാനും രണ്ടിനും ഇടയിൽ വ്യത്യാസം നീ ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. ചിലതിനെയൊക്കെ സ്വീകരിക്കാനും മനസ്സിനെ പഠിപ്പിക്കുക. ആമേൻ.